അപ്പൊ പെരേര കഴിഞ്ഞ ദിവസം അഖിൽമാരാർ ഒരു ചാനലിൽ ഭയങ്കര ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. കോമാളി കളിച്ച് നടക്കുന്നവർക്കാണ് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത്. എന്തിനാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണ മീഡിയക്കാർ അല്ലെങ്കിൽ ജനങ്ങൾ എന്തിനാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ. അപ്പൊ കോമാളിന്ന് സ്വാഭാവികമായിട്ടും കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ വിളിച്ച് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് അലിൻ ജോസ് പെരേരയാണ് അല്ലേ? അപ്പൊ അത് കേട്ടപ്പോ എന്താ തോന്നിയത്? പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ദുഃഖം ഫീൽ ചെയ്തു മനസ്സിൽ. കുറച്ച് നേരം നമുക്കൊരു സങ്കടം വന്നെന്ന് പറയാം ഉള്ള പ്രസ്ഥാനങ്ങൾ. പക്ഷേ എൻ്റെ ഫോട്ടോ ബ്ലർ ചെയ്തിട്ട് പല ചാനലിലും വന്നു, ബ്ലർ ചെയ്യാണ്ടും പല ചാനലിലും വന്നു ഇപ്പോഴുള്ള സ്റ്റേറ്റ്മെൻറ്റ് വെച്ച്. അപ്പോൾ എന്നെ കുറിച്ചാണെന്ന് എനിക്കറിയാമല്ലോ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഈ ഓരോ വ്യക്തികളും, വലിയ വലിയ സൂപ്പർ സ്റ്റാർ നടന്മാർ വരെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. ഇപ്പം അഖിൽമാരാർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എന്ത് റൈറ്റ് ഉണ്ട് നമ്മളെ കളിയാക്കാനായിട്ട്? കാരണം പുള്ളി പറയുന്നതുകൊണ്ടല്ലേ കോമാളിയെ റീച്ച് ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞിട്ടും ആൾക്കാർക്ക് മീഡിയ ബൈറ്റ് എടുക്കണമെങ്കിൽ എടുക്കും. നമ്മളാർക്കും ഒരു ഇരയാകുന്നില്ല, മനസ്സിലായ? ഇപ്പോൾ തന്നെ പല പോയിന്റ്സുകൾ ഞാൻ നോക്കിയും കണ്ടൊക്കെ പറയാറുള്ളൂ. പിന്നെ നമുക്ക് ഈ പറയുന്ന വ്യക്തിയോട് വലിയ ദേഷ്യമൊന്നുമില്ല ഈ വീഡിയോ വന്നതിൽ പിന്നെ. പക്ഷേ അഖിൽമാരാരെ ഞാൻ കെട്ടിപ്പിടിച്ച് കിസ് കൊടുത്തതാണ് പണ്ട്. വീഡിയോ ഇപ്പോൾ ഡിലീറ്റ് ആയെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി, നമ്മളൊരു ആരാധന മൂത്തിട്ട് ചെയ്തതാണ്. പക്ഷേ അഖിൽമാരാർ എന്നെപ്പറ്റി ഇങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയില്ല. കാരണം പലരും പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ബിഗ് ബോസിൽ കയറിയതുകൊണ്ട് എനിക്ക് ലക്ഷ്യം കാറ് വാങ്ങണമെന്ന് പറയും. ബിഗ് ബോസിൽ വിളിച്ചോ ഇല്ല എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. പക്ഷേ ബിഗ് ബോസിൽ പോയിട്ട് വേണ്ട പെരേരയ്ക്ക് ഒരു കാറ് വാങ്ങാനായിട്ട്. കാരണം എനിക്ക് ഓരോ പ്രോഗ്രാമിനും 25,000 മുതൽ 50,000 വരെ ഒരു പ്രോഗ്രാംസ് ഞാൻ വാങ്ങുന്നുണ്ട്. അത് ഓരോ ആഴ്ചകളിലും 2-3 പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഒരാഴ്ചയിൽ തന്നെ ചിലപ്പോൾ 1,40,000 വരുമാനമുണ്ട്. അപ്പം തന്നെ 3.5 ലക്ഷം വരുമാനം ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ എനിക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട് കുറേയൊക്കെ. അതൊക്കെ വീട്ടുന്നുണ്ട്. അല്ലാണ്ട് ഈ കാറ് മേടിച്ച് പത്രാസ് കാണിക്കേണ്ട ആവശ്യമില്ല, ഒന്നാമതേ. പിന്നെ നമ്മുടെ ഡേ ബൈ ഡേ ലൈഫിൽ കാറിൻ്റെ ഒരു ആഗ്രഹമല്ല, ഒരു വേണമെന്നൊരു പ്രൊസീജിയർ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2-3 മാസത്തിനുള്ളിൽ ഒരു സെക്കൻഡ് ഹാൻഡോ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡോ കാർ വാങ്ങും. കാരണം അത് നമുക്ക് തന്നെ വാങ്ങാവുന്നേ ഉള്ളൂ. അല്ലെ കാറ് വാങ്ങാൻ വേണ്ടി ബിഗ് ബോസിൽ പോകാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് കാറ് വാങ്ങാനാണെന്നൊരു ഇതുണ്ട്. അത് തെറ്റാണ്. കാറും ലൈഫിലൊരു കല്യാണവും ബിഗ് ബോസോ അല്ലെങ്കിൽ സിനിമയോ വിചാരിച്ചാലല്ല. നമുക്കൊരു ടൈം ഉണ്ടെങ്കിൽ നടന്നിരിക്കും. അപ്പൊ പിന്നെ അതിനകത്ത് അഖിൽമാരാർ പറയുന്നതാണ്, താങ്കളുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളൊക്കെ വഴി തെറ്റി പോകും, അതേപോലത്തെ കോമാളിത്തരങ്ങൾ കാണിച്ച് ആയിരിക്കും നടക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോ എന്താ തോന്നിയത്? അത് കേട്ടപ്പോ തോന്നിയെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പൊ ഈ പുള്ളി അഖിൽമാരാർ പറയുമ്പോഴും നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു BA എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തത്, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വെച്ചൊരു കണ്ടന്റ്. അപ്പൊ അത് ഇമിറ്റേറ്റ് ചെയ്ത ഒരു ലേഡി അത് പുറത്തു വന്നിരുന്നു. അത് അത്യാവശ്യം വ്യൂസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യരുതെന്ന് പറയുമ്പോൾ, അനുകരണം ചെയ്യലെന്ന് പറയുമ്പോൾ അനുകരണം ചെയ്യണേന്. അഖിൽമാരാരെ അനുകരണം ചെയ്യരുതെന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റാണ് ആൾക്കാർ ചെയ്യുന്നത്. അത് എനിക്കല്ലെങ്കിൽ തന്നെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ പ്രൈവസി പോകുന്നുണ്ട്, ആൾക്കാർ സെൽഫി എടുക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അഖിൽമാരാർ പറയുമ്പോൾ കേരളത്തിലുള്ള മലയാളി പ്രേക്ഷകർ എവിടെയോ ഉണ്ടോ, ഇന്ത്യക്ക് പുറത്തോ വെളിയിൽ എവിടെയോ ഉണ്ടോ, ഗൾഫ് രാജ്യങ്ങൾ വരെ എനിക്ക് വിളി വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ലേഡീസ് സുഹൃത്തുക്കൾ എനിക്കിത് ഫെയിം വഴി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ അഖിൽമാരാർ പറയുന്ന പോയിന്റിനോട് എനിക്ക് പറയാനുള്ള, കേരളത്തിൽ എവിടെ ക്ലിക്ക് ചെയ്താലും മൊബൈൽ തുറക്കുമ്പോൾ ആദ്യം തെളിഞ്ഞു വരുന്നത് എൻ്റെ വീഡിയോസാണ്. കാരണം നമ്മൾ കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതല്ല, നമ്മൾ കണ്ടന്റ് ക്രിയേറ്ററാണ്. അല്ലാണ്ട് കോമാളി ഇമേജ് ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. പക്ഷെ നമ്മൾ കോമിക്കായിട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ പണ്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ ചെയ്യുന്ന പല വീഡിയോസും, ഇപ്പോൾ ജംഗിൾ സുന്ദരാണെങ്കിലും ഇപ്പോൾ വേരാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് മനോരമ ന്യൂസൊക്കെ എടുത്തിരിക്കുന്നത്. പലരും വിമർശിക്കുന്നുണ്ട്, എങ്കിലും ഈ പറഞ്ഞ വേരൊക്കെ നല്ല പെർഫോമൻസ് ആണെന്ന് പലരും വിളിച്ചു പറഞ്ഞിരുന്നു. ഷാഹിദ് പുത്രത്താണ്. കുട്ടികളൊക്കെ താങ്കളുടെ വീഡിയോ കഴിഞ്ഞാൽ വഴി തെറ്റിപ്പോവും, കോമാളികളായി പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഹേമ, ഞാൻ ഈ സിഗരറ്റ് വലിക്കുന്നത് എപ്പോഴെങ്കിലും വീഡിയോ റീല് ഡെയിലി ഇടാറുണ്ടോ? ഒരു പ്രാവശ്യം മാസം കാണിക്കാൻ വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞ് അതുമായിട്ട് വൈകിട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ മദ്യപിക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപിക്കൂല ആൾക്കാർ. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ചെയ്യല്ലേ എന്ന് അഖിൽമാരാർ ഏട്ടൻ പറയുമ്പോൾ, നമ്മൾ ഏട്ടൻ എന്ന് വിളിക്കുന്ന മറ്റേ ആൾക്കാർ നമ്മൾക്ക് പുള്ളിക്ക് എതിരെ ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്കത് പറ്റത്തില്ല. എതിരെ അല്ല, നമ്മൾ പുള്ളി പറയുന്ന പോയിന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു വ്യക്തിക്കെതിരെ നമ്മൾ ശബ്ദം ഉയർത്തിയിട്ട് കാര്യമില്ല. കാരണം പുള്ളി ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസിനെതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പല പോയിന്റ്സും. അത് ഞാൻ ഇവിടെ പറയുന്നില്ല, പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസിൽ കയറാൻ വേണ്ടി മാത്രമല്ല ഈ
ഈ എന്താ പറയുക കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുക, നമുക്ക് പൈസ ഉണ്ടാക്കുക, ഡെയിലി എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്ന 10,000-ങ്ങളാണ്. പുള്ളിക്ക് കിട്ടുന്നത് അഖിൽമാരാറിന് കിട്ടുന്നത് ലക്ഷങ്ങളായിരിക്കും, കോടികളായിരിക്കും. പക്ഷേ എനിക്ക് കിട്ടുന്നത് 10,000-കണക്കിന് രൂപകളാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത്, ക്രെഡിറ്റ് ആകുന്നത്. അതുകൊണ്ട് ഞാനൊരു ലക്ഷറി ലൈഫ് ആസ്വദിക്കുന്നുണ്ട്. ഞാൻ താമസിക്കുന്നത് അബാഡിൻ്റെയൊക്കെ ഹോട്ടലിലാകാം, അബാമിൻ്റെ ഹോട്ടലിലൊക്കെ താമസിക്കുന്നുണ്ട്. ദേപൊട്ടി കയറി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവിടെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ 3,000-4,000 റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലക്ഷറി ആയിട്ട് നമ്മൾ ക്രൗൺ പ്ലാസയിൽ പോകുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അതൊക്കെ ഇവരറിയുന്നില്ലല്ലോ, മനസ്സിലായി? നമ്മൾ വലിയ വലിയ AC റൂമിൽ വന്നിട്ട് താമസിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഈ അഖിൽമാരാർ കാണിക്കുന്ന പോലെ ഡെയിലി കാർ എടുക്കേണ്ട ആവശ്യം എനിക്കില്ല, മനസ്സിലായോ? അത് ബിഗ് ബോസിൽ വന്ന ശേഷമല്ലേ ഡെയിലി കാറൊക്കെ മേടിക്കുന്നത്. കാരണം നമുക്ക് വലിയ കാർ വേണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ല. കാരണം ബേസിക് പറയാം, കാറിൻ്റെ അഡിക്റ്റ് അല്ല ഞാൻ. എനിക്ക് സ്വിഫ്റ്റ്, താറ്, പിന്നെന്താ എന്താ പറയുക, റോൾസ് റോയ്സ്, അങ്ങനത്തെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളു, മനസ്സിലായ? അപ്പോൾ അങ്ങനെയുള്ള കാർ മേടിക്കുമ്പോൾ വലിയ തുച്ഛമായിട്ട് എമൗണ്ട് കൊടുത്താൽ മതിയാവും, കിട്ടും. അപ്പം അതുകൊണ്ട് വലിയ ഒരു ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് 50,000 കൊടുത്തു കഴിഞ്ഞാൽ കാർ കിട്ടും. താറിൽ എന്ത് കാറും ചോദിച്ചോ. അപ്പൊ പിന്നെ എന്താണ് ലാസ്റ്റ് ആയിട്ട് അഖിൽമാരാറിന്റെ ആ ഒരു വീഡിയോനോട് പറയാനുള്ളത്? ലാസ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഈ അഖിൽമാരാർ എന്ന് പറഞ്ഞ വ്യക്തി എനിക്കെതിരെ പേര് പറയാണ്ട് തന്നെ എന്നെ കോമാളി എന്ന് പറഞ്ഞ് വെക്കുന്നിട്ട് ഈ ഫോട്ടോ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രതികരിച്ചത്. ഒരുപാട് ചാനൽ കണ്ടിരുന്നു, അപ്പൊ പ്രതികരിക്കേണ്ടെന്ന് വെച്ചിരുന്നു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, ഈ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ അമ്മ സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് പോലുള്ള നടൻ, അപ്പം പേര് എടുത്ത് പറയാനാണെങ്കിൽ മമ്മൂക്ക, ലാലേട്ടൻ, ദിലീപേട്ടൻ, ചാക്കോച്ചൻ, ജയസൂര്യ, ഈ പറയുന്ന ആൾക്കാർ, ഈ പറയുന്ന പേരുള്ള നടന്മാർ ഒരാൾ എനിക്കെതിരെ എന്തെങ്കിലും ഒരു പോയിന്റ് പറയാൻ തയ്യാറാകുമോ? തയ്യാറാകാനായിട്ട് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സമ്മതിക്കുമോ? അതല്ലെന്ന് പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണ് റീച്ച് കിട്ടുന്നത് പലർക്കും അറിയാം, മനസ്സിലായോ? അതുകൊണ്ട് എനിക്കെതിരെ ഒരു വിമർശനങ്ങളും നല്ലതും ചീത്തയും ഒരിക്കലും ഈ പറയുന്ന നടന്മാർ പറഞ്ഞിട്ടില്ല. ഒരുപാട് പേരുടെ പേര് ഞാൻ പറയാനുണ്ട്, പക്ഷേ എങ്കിലും മെയിനായിട്ട് ഇവരാണല്ലോ ഫേമസ്, മനസ്സിലായോ? പിന്നെ എനിക്ക് സപ്പോർട്ട് നിന്നത് അർജുൻ അശോകൻ, ടിനി ടോം, ടൊവീനോ, പിന്നെ ആസിഫ് അലി, പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോ, ഇങ്ങനെ വിനയ് ഫോർട്ട്, അങ്ങനെ 6 നടന്മാരാണ് നമുക്ക് സപ്പോർട്ട്. അവർക്ക് ചാൻസ് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ അടി സിനിമയിൽ പുള്ളിയായിട്ട് വൈറലായ ശേഷം പുള്ളിക്ക് പടങ്ങൾ ഒരുപാട് കിട്ടാൻ തുടങ്ങിയത്. കാരണം നമ്മളിപ്പോ നിലവില് മീനൂസ് കിച്ചൺ എന്ന് പറഞ്ഞ ബ്രഹ്മാണ്ഡ സീരിയലിന്റെ ഭാഗമാണല്ലോ, മനസ്സിലായ? നമുക്കൊരു അഭിനയ പാരമ്പര്യം ഒന്നും ഇല്ലല്ലോ. എന്റെ അച്ഛൻ നടനല്ലല്ലോ, പക്ഷെ എന്നും പറഞ്ഞ് ഞാൻ തന്നെയല്ലേ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് ഒക്കെ കെട്ടിപ്പുടങ്ങിയത്. കാരണം നമ്മള് ഒരു തിയേറ്ററിന് മുന്നിൽ പോയിട്ട് ഡാൻസ് കളിക്കുമ്പോൾ അറിയാം നാളെ എന്താ സംഭവിക്കുകയെന്ന്. അന്നത്തെ ആ ഒരു രീതി വേണ്ടാന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പ്രൈവസി നഷ്ടപ്പെടുന്നു, ഉറക്കമില്ല, പെൺകുട്ടികൾ വിളിക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നു. കാരണം നമുക്ക് എല്ലാത്തിനും മറുപടി കൊടുക്കണം. കാരണം ഗേൾസ് ഫാൻസ് കൂടുതലാണെന്ന് തോന്നുന്നു എനിക്ക്. കാരണം സന്തോഷ് വർക്കിക്ക് ഈ 18-നും 25-നും അടുക്കുള്ള ആൾക്കാർ വിളിക്കാറില്ല. എന്നെ തുരുതുര വിളിയാണ്, ചേട്ടാ എന്ത് ചെയ്യണേ, കിടക്കുകയാണോ, ഉറങ്ങുകയാണോ, അങ്ങനെ പല രീതിയിലുള്ള സംഭാഷണങ്ങളിൽ വിളിയുണ്ട്. നേരിട്ട് 1-2 പേരെ കാണുന്നുണ്ട്. പക്ഷേ മെസ്സേജിലും വീഡിയോ കോളിലൊക്കെ അത്യാവശ്യം ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്, മാന്യമായിട്ടുള്ള വിളി. അപ്പം അതുകൊണ്ട് ആരാധനയുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അഖിൽമാരാറിന് നമ്മളെ പിടിക്കാത്തത്. കാരണം അസൂയ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഈഗോ. തന്നെ ഒരുപാട് പെണ്ണുങ്ങൾ കോൾ ചെയ്യണതാണ് അഖിൽമാരാറിന് അസൂയ വരാൻ കാരണം. കാരണം സോഷ്യൽ മീഡിയ അറ്റൻഷൻ ശരിക്കും പറഞ്ഞ എനിക്കാണ്. ഞാൻ തന്നെ അഖിൽമാരാറിനെക്കാളും ഇപ്പൊ റീച്ചുള്ള എനിക്കാ. റീച്ച് പേയ്മെന്റ് കാര്യത്തിൽ പുള്ളിക്ക് ലക്ഷങ്ങളും കോടികളും ഉണ്ടാവും, അതെനിക്കറിയില്ല. പക്ഷേ എനിക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ 1000-കണക്കിന് രൂപ ആൾക്ക് കോടികളും ലക്ഷങ്ങളും കിട്ടുമ്പോ തനിക്ക് എന്താ കിട്ടാത്തത്? എനിക്ക് 1000 കിട്ടുന്നുണ്ട്. എനിക്ക് വേണ്ട പൈസകൾ മതി. കേരളത്തിലെ ഏറ്റവും റീച്ച് തനിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഞാനിപ്പോ 1 ലക്ഷം ചോദിച്ചാൽ 5 ലക്ഷം ചോദിച്ചാൽ ആട്ടും ആൾക്കാർ. അത് 50,000 ആക്കും, 25,000 ആക്കും, 10,000 ആക്കും. അതാ പ്രശ്നം. അത് നമ്മുടെ കുറച്ച് പൊട്ടത്തരങ്ങൾ ചില സമയത്തൊക്കെ വന്നുകൂടിയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇപ്പൊ നമ്മള് അങ്ങനെയല്ല.
ഇപ്പൊ ഗൾഫ് പ്രോഗ്രാംസിന് 5 ലക്ഷം 10 ലക്ഷം ചോദിച്ചാൽ ഇപ്പൊ തരാൻ ആൾക്കാരുണ്ട്. ഇപ്പൊ ആൾക്കാരുണ്ട്. സെപ്റ്റംബർ ഒരു പ്രോഗ്രാം ഉണ്ട്, സെപ്റ്റംബർ ഒക്ടോബർ 5 ലക്ഷം രൂപ പരിപാടി വന്നിട്ടുണ്ട്. ഏകദേശം ക്ലിക്കായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് പലതും പറഞ്ഞിട്ടാണ് ഒരു ദിവസം നീ വിദേശത്ത് പോവും അവിടെ ഇവിടെ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ല. എന്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് താരങ്ങളെ എനിക്ക് അറിയാം നേരിട്ട്. ഇപ്പൊ മണിക്കുട്ടനും എന്ന് പറഞ്ഞ ആള് ബിഗ് ബോസ് വിന്നർ അല്ലേ ഒരു സീസണിൽ. മണിക്കുട്ടന്റെ ബഹുമാനം കാണുന്നത് എന്നെ കണ്ടപ്പോ ഓ അടിപൊളി ആ രീതിയിലാണ് പുള്ളി എക്സ്പ്രഷൻ ചെയ്തത്. അത് ക്യാമറയിലൊന്നും വന്നില്ല. പക്ഷെ ഞാൻ ഏഷ്യൻ ടെലിവിഷൻ അവാർഡിൽ പോയായിരുന്നു. ഏഷ്യൻ ടെലിവിഷൻ അവാർഡ് 2025-4 വിഷ്ണു കുച്ചിക്കാരൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. വിഷ്ണു കുച്ചിക്കാരല്ല, അഭിലാഷ് ആട്ടയം ഒട്ടിച്ചു വന്നിട്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഒരു സംഭവം ഉണ്ടായത്, സ്കിറ്റ് ചെയ്തു. മമ്മൂക്കാന്റെ പേരിൽ ഒരു സാധനം കോമഡി ആയിട്ട് കണ്ടന്റ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആ പ്രോഗ്രാമിൽ നിന്ന് ഞാൻ കട്ടായി. ആ സീൻസേ ഒരുപാട് കട്ടായി. പക്ഷെ ഒരുപാട് TV താരങ്ങളായിട്ട് എനിക്ക് പരിചയമായി. ജിൻഡോ വരെ എന്നെ കണ്ടപ്പോൾ എണീറ്റ് വന്നു. മനസ്സിലായ? പുള്ളി എത്തിക്കേണ്ട ആവശ്യമില്ല. പുള്ളി എത്തിക്കേണ്ടപ്പോൾ തന്നെ ഒരു ഹായ് അൽജോസ് കല്യാണത്തോരെന്നൊക്കെ പറഞ്ഞു. പിന്നെ കല്യാണം വിളിച്ച് പിന്നെ നടന്നില്ലെന്ന് തോന്നുന്നു, വിളിച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പരിചയമുണ്ട്. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞു, നമ്മള് ക്യാഷ് ഉണ്ടാക്കുന്നു, ആൾക്കാർ അറിയുന്നില്ല, ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. നമുക്ക് എപ്പോഴും ലൈവിൽ കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ. ഇൻകം ടാക്സ് പ്രോബ്ലം ഉണ്ടാവുമല്ലോ. ചില മാസങ്ങളിൽ 1-2 കോടി ആകാം, അറിയില്ല. ദേവപുട്ട് ദിലീപേട്ട കട സപ്പോർട്ട് ചെയ്യണല്ലേ. ദിലീപേട്ടർ ആണെങ്കിൽ കച്ചവടം ഇല്ലെന്ന് ഇല്ലെന്ന് പറയില്ല. എന്നാലും പുള്ളി മറ്റേ എന്റെ കടയിൽ വന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് ഓണത്തിനൊക്കെ വീഡിയോ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു സഹായം ചെയ്യുന്നു. ദിലീപേട്ട ചിലപ്പോൾ അതിന് വേണ്ടി സഹായം ചെയ്യുന്നു. 10-15 പേരുണ്ടാവുന്നു കഴിക്കുമ്പോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ദേവപുട്ടൊക്കെ ഓണായി നിൽക്കുന്നു.